ചന്ദ്രിക ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകൾ പ്രഭുകുമാരി, ജന്മിയുടെ പുത്രി, അവളെല്ലാം പ്രേമിക്കുന്നു എന്ന് ശരദപ്രവീതിയിൽ ഉല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം. എന്തുകൊണ്ടോ ശരദപ്രവീതിയിൽ ഉല്ലസിക്കും ഒരു വെള്ളി നക്ഷത്രം. എന്തുകൊണ്ടോ അനുരക്തയായി പൂഴി മണ്ണിൽ അമരും വെറുമൊരു പുൽക്കൊടി. ആകാശത്തിൽ അത്യുജ്വല ശോഭയോടെ മിന്നിത്തിളങ്ങേണ്ട ഒരു സുരമ്യതാരം, ഒരമ്മിണിയുടെ തങ്ക കതിരണിയുമായി പരിരസിക്കേണ്ട സുരമ്യതാരം. അവളൊരു പുൽക്കൊടിയെ പ്രേമിക്കുന്നു എന്ന്, ഒരു പുൽക്കൊടിയുമായി ജീവിത സമ്പർക്കത്തിന് ആഗ്രഹിക്കുന്നു എന്ന് ഈ നാട്ടിൽ ഇന്ന് വരെ കേട്ട് കേൾപ്പിപ്പോലുമില്ലാത്ത സംഭവം, ഈ ലോകത്തെ ആകെ തടുക്കുന്ന കിടിലം കൊള്ളിക്കുന്ന മറ്റേ യാഥാർത്ഥ്യം, അത് സംഭവിച്ചു കഴിഞ്ഞു മദന, അത് സംഭവിച്ചു കഴിഞ്ഞു. കാരണം അവനിയിൽ ഞാനാര് ആട്ടിടയൻ. ഈ അവനിയിൽ ഞാൻ ആരാണ് മദന? വെറും മട്ടിടയൻ. അവനിൽ ഞാനാര് ആട്ടിടയൻ, ഈ നാട്ടിൽ അവഗണിക്കപ്പെട്ട ബഹുകോടികളിൽ ഒരാളായി പോയി മദന, അവഗണിക്കപ്പെട്ട ബഹുകോടികളിൽ ഒരാളായി പോയി. കഥാനായകനാണ് പറയുന്നത് താൻ അവഗണിക്കപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് തൻ്റെ പ്രണയത്തിന് അതാണ് പ്രതിബന്ധമായി നിൽക്കുന്നത് എന്ന്. ആ നിലയ്ക്ക് അവഗണിക്കപ്പെട്ടവരെ ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അത് ഒരു മര്യാദകേടായി പോകും. നമുക്കറിയാം, അവഗണിക്കപ്പെട്ടവരെ രണ്ടു കൂട്ടരാണ്, സാമൂഹ്യമായും സാമ്പത്തികമായും. അതിൽ സാമൂഹ്യമായി അവഗണിക്കപ്പെട്ടവരെ പറ്റി പണ്ട് കുമാരനാശാൻ പറഞ്ഞു, തൊട്ടുകൂടാത്തവൻ തേടിക്കൂടാത്തവൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവർ. അതൊക്കെ ആശാന്റെ കാലത്താണല്ലേ. ഇപ്പോൾ നമ്മൾ തൊട്ടുകൂടുന്നവരാണ്, തീണ്ടിക്കൂടുന്നവരാണ്, തമ്മിൽ ഉണ്ണുന്നവരാണ്, വേറെ നിവൃത്തിയില്ലെങ്കിൽ തമ്മിൽ കെട്ടുന്നവരുമാണ്. ജാതി ഇല്ലെന്നാണ് വെപ്പ്. പക്ഷേ വളരെ രൂക്ഷമായി നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇപ്പോഴും ജാതി സമ്പ്രദായം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും അതിനെ ഉറപ്പിച്ച് കൽപ്പിക്കുന്ന ചില ശബ്ദങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതൽ ഞാൻ വിശകലനം ചെയ്യുന്നില്ല, കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ജാതി വ്യവസ്ഥ ഇനിയും ഉന്മൂലനം ചെയ്യാൻ നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും പണ്ഡിറ്റ് കെ പി കറുപ്പന്റെയും അയ്യങ്കാളിയുടെ ഒക്കെ ചരിത്രം വിശദീകരിക്കുമ്പോഴും അവരുടെ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജാതി വ്യവസ്ഥയെ ഇന്നും പരിപൂർണമായി നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. അപ്പോൾ സാമ്പത്തികമായി അതൊരു വിമർശനത്തെ ഞാൻ മുതിരുന്നില്ല. എങ്കിലും ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇവിടുത്തെ ഉന്നതർക്ക് വേണ്ടി, അധികാരി വർഗത്തിന് വേണ്ടി നീരൂറ്റിയ കരിമ്പിൻ ചണ്ടികളെ പോലെ വലിച്ചെറിയാവുന്നവരാണ് എന്ന് പുത്തൻ സാമ്പത്തിക ഭരണഘടന ഇന്നും പുലർത്താൻ ചിലരെല്ലാം ബോധപൂർവം ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവനിൽ ഞാനാർ ആട്ടിടയൻ അവഗണിക്കാത്ത ജീവിതാവൻ, അവനിൽ ഞാനാർ ആട്ടിടയൻ അവളോ വിശാല ഭാഗ്യാതിരേഖ പവിഴപ്പൂങ്കാവിലെ രത്നവല്ലി. ഒന്നുകിൽ ഉയരണം ആ പുൽക്കൊടി വിയതങ്കത്തിലേക്ക്, അല്ലെന്നാകിൽ ആ സുരമ്യതാരം വരണം താഴത്തെ പുൽക്കൊടി. ഇത് രണ്ടും സാധ്യവുമല്ല, ഇത് രണ്ടും സാധ്യവുമല്ല, ഇത് രണ്ടും സാധ്യവുമല്ല. പിന്നെ പുതു നിഴലാട്ടം കൊണ്ടെന്ത് കാര്യം? ഇത് രണ്ടും സാധ്യവുമല്ല, പിന്നെ ആ പുതു നിഴലാട്ടം കൊണ്ടെന്തു കാര്യം? രമണൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മദന്റെ കാര്യം മനസ്സിലായത്. മനസ്സിലായി, രമണ, എനിക്കറിയാം
നീയും ചന്ദ്രികയും തമ്മിൽ പ്രണയബദ്ധനാണ്. അറിയാം ചന്ദ്രികയെ, അവൾ അഭ്യസ്ത വിദ്യയാണ്, സംസ്കാര സമ്പന്നയാണ്. അതുകൊണ്ട് നീ പറയുന്നതിൽ വലിയ കാര്യമൊന്നും. അതുകൊണ്ട് രമണാനിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, ഭ്രമവും പ്രണയവും ഏകമല്ല. രമണാനിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, ഭ്രമവും പ്രണയവും ഏകമല്ല. രമണ, ലോകത്തിൽ രണ്ടവസ്ഥകളുണ്ട്, ഭ്രമവും പ്രണയവും. പക്ഷേ ആദ്യത്തേതാണ് കൂടുതൽ. പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അതിൽ ഈ ശരീരം അല്ല, ഹൃദയം ഹൃദയത്തെ ആടകാണു. അതിൽ ശരീരം അല്ല, ഹൃദയം ഹൃദയത്തെ ആടകാണു. യഥാർത്ഥ പ്രണയം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയം ലോകത്തോളം വിശാലത പ്രാപിക്കുക, ഈ ലോകം ഹൃദയത്തിലേക്ക് ചുരുങ്ങുക. അമ്മതൻ നെഞ്ചു ഞരമ്പിൽ തങ്ങി ചെമ്മേജൻ ചോരയെ തന്നെ അമ്മിഞ്ഞത്തുവമൃതാക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമർക്കും. നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ. ഒരു സത്യം മാത്രം നിലനിൽക്കുമെന്നും പരിശുദ്ധ പ്രേമത്തിൻ മന്ദഹാസം. അതിന് ഈ ആകാശത്തെക്കാൾ അനന്തതയുണ്ട്, ഈ ആഴിയേക്കാൾ അഗാധതയുണ്ട്, എന്തിന് ഈ ജീവിതത്തെക്കാൾ നീളമുണ്ട്. അതുകൊണ്ട് രമണാനിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, ഭ്രമവും പ്രണയവും ഏകമല്ല. രമണാനിൻ ചിന്തകൾക്കർത്ഥം ഇല്ല, ഭ്രമവും പ്രണയവും ഏകമല്ല. അതുകൊണ്ട് ഒരു പുഷ്പകല്യാണ മണ്ഡപത്തിൽ ഒരു ദിനം നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ചു കണ്ട് അതുകൊണ്ട് ഒരു ശുഭമുഹൂർത്തത്തിൽ, ഒരു മംഗളവേദിയിൽ നിങ്ങളെ വധൂവരന്മാരായി കാണാനുള്ള മഹാഭാഗ്യം ഈ കൊച്ചനുജന് വന്നു ചേരും. അങ്ങനെ ഒരു സുദിനം വന്നു ചേരും രമണ. മദനന്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ. ഇനി നമുക്ക് ചന്ദ്രികയുടെ രമ്യകർമ്മത്തിലേക്ക് ഒന്നെത്തി നോക്കാം. ഒരു വൈകുന്നേര സമയം, ചന്ദ്രികയുടെ മാതാപിതാക്കൾ ആ പൂമുഖ ഉമ്മർക്കോലായിൽ പത്രമൊക്കെ വായിച്ച് റേഡിയോ ഗാനമൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതായത് അന്നത്തെ വാർത്താവിനിമയ ഉപാധികൾ അതാണല്ലോ. ഇന്നത്തെ പോലെ ആകാശത്തിലേക്ക് മലർത്തി വെച്ച ഭിക്ഷാപാത്രത്തിലേതുപോലെ, ഇതിൻ്റെ പ്രയോഗമല്ല, പ്രശസ്ത കഥാകൃത്ത് വൈശാഖിന് ആ കാലവും കഴിഞ്ഞു, വൈശാഖൻ്റെ പ്രയോഗമാണ്. ആകാശത്തിലേക്ക് മലർത്തി വെച്ച ഭിക്ഷാപാത്രത്തിലൂടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ലോകത്തിലെ എല്ലാ വിഭവങ്ങളും വിളമ്പിക്കൊണ്ടിരുന്ന കാലം അത് പോയി. ഇപ്പോൾ നമ്മൾ തോണ്ടലിൻ്റെ കാലത്താണ് അല്ലേ, എല്ലാവരുടെയും കയ്യിൽ ഈ സാധനം ഉണ്ടാകും. ഇപ്പോൾ കഥാപ്രസംഗം ചിലരൊക്കെ എൻ്റെ നേരെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോയെന്നറിയില്ല. കഥ കേൾക്കുന്നുണ്ടാകും, തോണ്ടലും നടക്കുന്നുണ്ടാകും, ചാറ്റിങ്ങും ചീറ്റിങ്ങും നടക്കുന്ന കാലമാണല്ലോ, നമുക്കറിയാം. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു കവി, PR രതീഷ് എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹത്തിൻ്റെ നട്ടുച്ചയുടെ മേൽവിലാസം എന്ന് പറയുന്ന ഒരു കൃതിയിൽ, ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. വീട് ഒരു സ്വർഗമല്ല. ചെന്നൈയിലെ മലയാളികളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ നാട്ടിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ മലയാളികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വീട് ഒരു സ്വർഗമല്ല. പരസ്പരം മനസ്സിലാക്കാൻ സമയമില്ലാത്ത കുറേ പേർ ഒത്തുചേരുന്ന ഒരിടമാണ്. വീട് ഒരു സ്വർഗമല്ല. പരസ്പരം മനസ്സിലാക്കാൻ നേരമില്ലാത്ത കുറേ പേർ ഒത്തുചേരുന്ന ഒരിടമാണ്. നമ്മുടെ വീടുകളൊക്കെ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അച്ഛനമ്മമാർക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നേരമില്ല, അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ നേരമില്ല, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരമില്ലാത്ത ഒരു കാലത്തിലേക്ക് അങ്ങനെ സമൂഹത്തിൽ എങ്ങനെയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് ആനന്ദ് പറഞ്ഞു വെച്ചതുപോലെ ഈ സമൂഹത്തിൽ നിന്ന് മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ച് ചെറിയ ചെറിയ തുരുത്തുകളാക്കി സമൂഹത്തെ മരുഭൂമീകരിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആശ്രയം പോലുള്ള കൂട്ടായ്മകളുടെ പ്രസക്തി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ പഴയ കാലഘട്ടം റേഡിയോയും പത്രവാർത്തയൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മാതാപിതാക്കൾ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തൻ്റെ മാതാപിതാക്കൾ പുറത്തേക്ക് വരില്ല എന്നുത്തമ ബോധ്യമുള്ള ചന്ദ്രിക തൻ്റെ വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ രമണനുമായി സംസാരിച്ച് അല്ല സല്ലപിച്ചു കൊണ്ട് നിൽക്കുകയാണ്. വികാരഭരിതമായ സായം സന്ധ്യ.
പൂക്കളുടെ സൗരഭ്യവുമായി വരുന്ന മന്ദമാനതരാൽ ആശ്ലേഷിതരായി ആ കാമുകന്മാർ നിൽക്കുന്നു. എന്താണ് അവരുടെ സംസാര വിഷയം? എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകം അല്ലിയുലകം. എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകം അല്ലിയുലകം. നമ്മൾ തമ്മിൽ പ്രണയബദ്ധരാകുന്നതിൽ തെറ്റില്ല. എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകം അല്ലിയുലകം. നമ്മൾ തമ്മിൽ പ്രണയബദ്ധരാകുന്നതിൽ തെറ്റില്ല. ഞാനൊരു കലാകാരനാണെന്ന് നീ പറയുമായിരിക്കും. ഒരു കലാകാരൻ നാണയ തുട്ടുകളുടെ കിലുകിലാരവത്തിൽ മനുഷ്യത്വത്തെ അളക്കുന്ന മാനദണ്ഡം കണക്കാക്കുന്ന ഈ സമൂഹം അക്കൂട്ടത്തിലെങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകം അല്ലിയുലകം. പക്ഷേ രമണൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചന്ദ്രികയുടെ കാതിൽ അത് കയറിയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും തർക്കത്തിനും ഉണ്ടാകുമല്ലോ. കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്ത് കാര്യം, കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്തു കാര്യം. ഒരു ചെറുപ്പക്കാരി നമ്മളൊന്ന് പ്രണയബദ്ധരായി പോയി, അതിന് കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്തു കാര്യം. ഉടനെ തന്നെ ആകാശം ഇടിഞ്ഞു വീട് ഭൂമി പിളർന്നു പോകും. കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്തു കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പണ്ടൊരു ദേവനാരി മേനക പെണ്ണ് ഘോരഘോരം തപസ് ചെയ്യുന്ന വിശ്വാമിത്രന്റെ മുമ്പിൽ ചെന്ന് ഒട്ടുനേരം ദേവനാരി പാട്ടുപാടി കളിച്ചപ്പോൾ വിട്ടുപോയി മാമുനിക്ക് മാനസധ്യാനം. ഒട്ടുനേരം ദേവനാരി പാട്ടുപാടി കളിച്ചപ്പോൾ വിട്ടുപോയി മാമുനിക്ക് മാനസധ്യാനം. അങ്ങനെ കാട്ടിലെത്തി കനി നിന്ന് റിക്കു ചൊല്ലുന്ന മാമുനിക്ക് വരെ മാനസധ്യാനം വിട്ടുപോകാമെങ്കിൽ ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും ഏകമയമെന്ന് വിചാരിക്കുന്ന മാമുനിക്ക് വരെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകാമെങ്കിൽ നിർമ്മമോ നിരഹങ്കാരോ നിഷ്ട്രവോ നിഷ്പരിഗ്രഹ രാഗദ്വേഷ വിരൺമുക്തഃ വൈദിക മാമുനി. ആ മാമുനിക്ക് വരെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകാമെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ തമ്മിൽ പ്രണയബദ്ധരായി പോയാൽ കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്ത് കാര്യം, കുറ്റം പറയുവാൻ ഇത്രമാത്രം മറ്റുള്ളവർക്ക് എന്തു കാര്യം. എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകം അല്ലിയുലകം. നാം രണ്ടുപേർ തമ്മിലുള്ളോരന്തരം ഒന്നു നീയോർത്തു നോക്ക്. സ്വപ്നത്തിൽ പോലും ഞാൻ നിപ്രണയ സ്വർഗ സാമ്രാജ്ഞി ഇന്നോ. ഞാൻ ആരാണ് ചന്ദ്രികെ? അധപ്പതിച്ചവരിൽ അധപ്പതിച്ചവൻ, അധകൃതരിൽ അധകൃതൻ. അങ്ങനെയുള്ള എന്നെ നീ പ്രേമിച്ചാൽ, നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞാൽ, ഈ ലോകം മുഴുവൻ അറിഞ്ഞാൽ, ഓരോ നിമിഷവും ലോകമേയും കൂരമ്പ് അഖിലം ഞാൻ ഏറ്റുകൊള്ളാം. എന്നെ പഴിക്കുന്ന കൂട്ടുകാരോട് എന്നും ഞാൻ നേരിട്ട് എതിർത്തു നിൽക്കാം. ഈ നശ്വര ജീവിതത്തിൽ എന്തു വേണമെങ്കിലും ഞാൻ സഹിക്കാം. നിൻ താതമാതാക്കൾക്ക് ഇണ്ടലേകാൻ എന്താകിലും ഞാൻ ഒരുക്കം ഇല്ല. കാരണം നിന്നയവരെല്ലാം അത്രമാത്രം കൊണ്ടുപോൽ കാത്ത് വളർത്തിയിരുന്നു. നിന്നയവരെല്ലാം അത്രമാത്രം കൊണ്ടുപോൽ കാത്ത് വളർത്തിയിരുന്നു. അതുകൊണ്ട് തുച്ഛനാം എന്നെ നീ സ്വീകരിച്ച അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും. തുച്ഛനാം എന്നെ നീ
സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രികയെ, ഞാനാണ് അധപ്പതിച്ചവരിൽ അധപ്പതിച്ചവൻ, അധകൃതരിൽ അധകൃതൻ. അങ്ങനെയുള്ള തുച്ഛന എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? നീ പറയുമായിരിക്കും ഞാൻ അത്യുജ്വല കലാകാരനാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുത്തന്റെ പണത്തിന്റെ കിലുക്കത്തിൽ മാത്രം മാന്യതയുടെ മാനദണ്ഡം കണക്കാക്കുന്ന ഇന്നത്തെ മനുഷ്യ സമൂഹം അക്കാര്യത്തിൽ തുച്ഛന എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? ഞാൻ അങ്ങയെ സ്വീകരിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നുന്നല്ലേ? ഈ ചന്ദ്രിക രമണനെ സ്വീകരിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നുന്നല്ലേ? കൊച്ചു മകളുടെ രാഗവാണി അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാം? കൊച്ചു മകളുടെ രാഗവാണി അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാം? ഞാൻ എത്ര വന്നാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൊച്ചുമോളാണ്. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വെച്ചാൽ പേനരിച്ചാലോ എന്ന മട്ടിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ കൊച്ചുമകളുടെ രാഗവായ്പിൽ പ്രേമം എന്താണെന്നും ഏതാണെന്നും അറിയേണ്ട പ്രായത്തിലെത്തിയിരിക്കുന്ന രാഗവായ്പിൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാം? കൊച്ചുമകളുടെ രാഗവായ്പിൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാം? എങ്കിലും ചന്ദ്രികെ നമ്മൾ കാണും സങ്കൽപ്പലോകം അല്ലീലകം. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും അമ്മയും അല്പവുമെൻ എതിർത്ത് പറയുന്നില്ല. അച്ഛനും അമ്മയും അല്പവുമെൻ ഇച്ഛയ്ക്കെതിർത്ത് പറയുന്നില്ല. എന്റെ അച്ഛനും അമ്മയും എന്റെ ഇച്ഛയ്ക്കെതിർത്തൊന്നും പറയുകയില്ലല്ലോ. എന്റെ ഇച്ഛകളാണ് അവരുടെ ഇച്ഛകൾ, എന്റെ ആഗ്രഹങ്ങളാണ് അവരുടെ ആഗ്രഹങ്ങൾ, എന്റെ വികാരങ്ങളാണ് അവരുടെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങളാണ് അവരുടെ വിചാരങ്ങൾ. അങ്ങനെ എന്റെ ഓരോന്നുമാണ് അവരുടെ ഓരോന്നും. അങ്ങനെ പറഞ്ഞ് രമണനും മറുപടിയില്ലാതെയായി, അഥവാ മറുപടിയില്ലാതെയാക്കി. ഈ സമയം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പൂന്തോട്ടത്തിനടുത്തുള്ള കൊച്ചുകുളത്തിൽ നിന്നും ഒരു കൊച്ചു മീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. ഒരു കൊച്ചു മീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. രമണന്റെ ഹൃദയമാകുന്ന കൊച്ചുമീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. ഒരു കൊച്ചുമീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. ചന്ദ്രികയാകുന്ന നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. ഒരു കൊച്ചുമീനിനെ കൊക്കിലാക്കി ഒരു നീലപ്പൊന്മാൻ ഉയർന്നു പൊങ്ങി. ഇനി നമുക്ക് രമണന്റെയും ചന്ദ്രികയുടെയും പ്രണയത്തിന്റെ മാറ്റം ഉരച്ചു നോക്കാം. ഏതാണ് തനിത്തങ്കം, ഏതാണ് 22 കാരറ്റ്, അല്ലെങ്കിൽ ഏതാണ് ഇന്നത്തെ കാലത്ത് 916 എന്നൊന്ന് ഉരച്ചു നോക്കാം. രമണനെ സംബന്ധിച്ചിടത്തോളം നാൾതോറും ഇല്ലാതായി വരികയാണ്. പൗർണമി കഴിഞ്ഞ അമാവാസിയിലേക്ക് പോകുന്ന ചന്ദ്രനെ പോലെ മദന് പരിഭ്രമമായി. രമണ, നീ അത്യുജ്വല മുരളീ ഗായകനാണ്, അതുല്യ മുരളീ ഗായകനാണ്, അതുല്യ കലാകാരനാണ്. നിന്റെ ഗാനത്തിന്റെ അലകൾ ഈ ചക്രവാളത്തിനും അപ്പുറത്തേക്ക് ചലിക്കേണ്ടതുണ്ട്. ഈ ലോകം മുഴുവൻ അതിൽ വിലയം പ്രാപിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു കലാകാരൻ കേവലം നിസ്സാരയാമോ പെണ്ണുപോലും നിത്യനിരാശയിൽ നിന്റെ കാലം ജീവിതം കോപിച്ചിടുന്നതാരോ ജീവിതധർമ്മം ഒന്നോർത്തു നോക്ക്. അതിന്റെ രമണന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. മാമക ജീവിതാകാശത്തിലുണ്ട് രണ്ടോമനത്താരങ്ങൾ നിർമ്മലങ്ങൾ. ഒന്നു നീ, മറ്റത കൺമണി. നിങ്ങളോടൊത്ത് ഇതുപോൽ കഴിയുമെങ്കിൽ മൃത്യുവിനപ്പുറമുണ്ടെന്ന് കേൾക്കുന്ന ആ സ്വർഗവും കൂടി ത്യജിക്കുവൻ ഞാൻ. നിങ്ങളെ കണ്ട് എന്റെ കണ്ണടഞ്ഞിടുകിൽ മണ്ണിൽ എൻ ജന്മം സഫലമായി. എന്റെ ജീവിതാകാശത്തിൽ 2 നക്ഷത്രങ്ങളേ ഉള്ളൂ. ഒന്ന് ചന്ദ്രിക, മറ്റൊന്ന് നീ. എന്റെ ചന്ദ്രികയുടെ മടിയിൽ തലയും വെച്ച്
നിന്നോടൊപ്പം ഇതുപോലെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ മൃത്യുവിനപ്പുറമുണ്ടെന്ന് കേൾക്കുന്ന ആ സ്വർഗവും കൂടി ത്യജിക്കുവൻ ഞാൻ. നിങ്ങളെ കണ്ട് എന്റെ കണ്ണടഞ്ഞിടുകിൽ മണ്ണിൽ എൻ ജന്മം സഫലമായി. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി രമണൻ മദനെ ഓർമ്മപ്പെടുത്തുന്നത്. നിർണയം അങ്കുലിസ്പർശം പോലും ഇന്നോണം ഉണ്ടായിട്ടില്ല തമ്മിൽ, പങ്കിലമാക്കുകയില്ല ആ രാഗരശ്മി സങ്കല്പരംഗത്തിൽ വെച്ചുപോലും. എന്റെ വിരലുകൊണ്ടൊന്ന് തൊട്ടു നോക്കിയിട്ട് പോലുമില്ല ഞാൻ അവളെ, പങ്കിലമാക്കുകയില്ല ആ രാഗരശ്മി സങ്കല്പരംഗത്തിൽ വെച്ചുപോലും. ഈ സമയം നമുക്ക് ചന്ദ്രികയുടെ പ്രണയം എങ്ങനെയാണെന്ന് നോക്കാം. ചന്ദ്രികയ്ക്ക് ഒരു തോഴിയുണ്ട്, ഭാനുമതി. അവളൊരു